വൻ പ്രതിഷേധത്തിന് പിന്നാലെ പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ ഇടപെട്ട സർക്കാർ നടപടികൾ നിർത്തിവെക്കാൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുടിയൊഴിപ്പിക്കൽ സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് പ്രതിരോധിച്ച നാട്ടുകാർ, ശരീരത്ത് പെട്രോൾ ഒഴിച്ച ആത്മഹത്യാ ശ്രമം, ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്. കേരയിൽ വിജ്ഞാപനം റദ്ദാക്കി സംസ്ഥാന സർക്കാർ. മഞ്ഞക്കുറ്റികൾ നീക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷൻ, മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിൽവർ ലൈൻ പ്രക്ഷോഭത്തിലെ കേസുകൾ പിൻവലിക്കാൻ ശുപാർശ നൽകും. ആഹ്ലാദത്തിൽ സമരസമിതി. തീർച്ചയായിട്ടും ഇന്നലെ 1 മണിക്കാണ് ഞങ്ങൾ സമരസമിതി സാറിനെ നേരിട്ട് കാണുന്നത്. മുഖ്യമന്ത്രിയെ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അത് പിൻവലിച്ച് തീരുമാനമാക്കി. പുതുജീവിതം കിട്ടിയെന്ന് പറയാം. കാരണം അങ്ങേറ്റം കുഴിയിലേക്ക് പോകുന്ന വെച്ചിരുന്നതാണ് ഈ സർക്കാർ വന്നതിന് ശേഷം ഞങ്ങൾക്കിത് തീരുമാനമായത്. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന ലിസ്റ്റിന്റെ കാലാവധി 3 മാസം നീട്ടി. കിഫ്ബി തുടരണമോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. വിഷൻ 2031 എന്ന പേരിൽ സംസ്ഥാനത്ത് 100 ദിന കർമ്മ പദ്ധതി അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കും. സത്യപ്രതിജ്ഞയിലെ മേനോൻ പരാമർശത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. അച്ഛനെ ഓർക്കാനായാണ് മുഴുവൻ പേര് പറഞ്ഞത്. അമ്മയുടെ പേരും പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും PD സതീശൻ. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് രണ്ടുപേരും. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞത്. എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വന്ദേമാതരം ആലാപനം ലോക് ഭവന്റെ തീരുമാനമെന്ന് മുഖ്യമന്ത്രി. വിദ്യാഭ്യാസവും ഫിഷറീസ് വകുപ്പും ലീഗിന് തന്നെ. റവന്യൂവും ദേവസ്വവും അനിൽകുമാറിന്. വൈദ്യുതി സണ്ണി ജോസഫിന്. ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിലും ക്ഷീരവികസനവും വനിതാ ശിശുക്ഷേമവും. കായികവും യുവജനകാര്യവും OJ ജനീഷിന്. ഗവർണർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് പട്ടിക വൈകിയതെന്ന് VD സതീശൻ. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പിണറായിക്കും MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. തോൽവിക്ക് കാരണം പിണറായിയുടെ ധാർഷ്ട്യം. പ്രായപരിധിയിൽ പിണറായിക്ക് മാത്രം ഇളവെന്തിന്? വാർത്താ സമ്മേളനങ്ങളിൽ ശരീരഭാഷ ശരിയല്ലെന്ന് സമ്മതിച്ച് CPM സെക്രട്ടറി. വീട്ടിൽ നിന്ന് പോലും വിമർശനമുണ്ടെന്നും MV ഗോവിന്ദൻ. LDF സർക്കാർ അധികാരം ഒഴിയും മുമ്പ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ. തിടുക്കത്തിൽ പരോൾ അനുവദിച്ചത് 5 പ്രതികൾക്ക്. അനുവദിച്ചത് 20 ദിവസത്തേക്ക്. ഇറാനെതിരെ വീണ്ടും ഭീഷണി മുഴക്കി ട്രംപ്. കരാർ പാലിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും ആക്രമണം. വ്യോമാക്രമണത്തിൽ നിന്ന് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് US പിന്മാറിയതെന്നും അവകാശവാദം. ഭീഷണി തള്ളി ഇറാൻ.